നമസ്കാരം, അലിൻ ജോസ് പെരേരയാണ്. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു സിനിമ കണ്ടിരുന്നു, മലയാള സിനിമ. അതും തെലുങ്ക് തമിഴ് ഡബിൻ്റെ മലയാളം ഡബ്ബാണ്. ലക്കി ഭാസ്കർ എന്ന സിനിമയുടെ പേര്. ഭാസ്കർ എന്ന കഥാപാത്രം നമ്മുടെ ദുൽഖർ സൽമാനാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ താരങ്ങളൊക്കെ നമ്മൾ തമിഴിൽ തെലുങ്കിലൊക്കെ കണ്ടെടുത്തൊരു വ്യക്തിയാണ്. പിന്നെ ഭാസ്കർ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ബാങ്ക് ജീവനക്കാരനാണ്, ക്യാഷറാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന കുറച്ച് രസകരവും സാഹസികമായിട്ടുള്ള കാര്യങ്ങളാണ് ലക്കി ഭാസ്കർ എന്ന സിനിമയിൽ പങ്കുവെക്കുന്നത്. പിന്നെ നായികയുണ്ട്, പുതുമുഖമാണ്. പിന്നെ ഒരു ഫാമിലി മാനായിട്ടാണ് ദുൽഖർ വരുന്നത്. ദുൽഖറിന് ഒരു കുട്ടിയുണ്ട്. കുട്ടി ആദ്യമൊക്കെ ദുൽഖറിന് കിട്ടുന്ന പൈസ 6000 രൂപ ജോലിക്കാരനായിരുന്നു. പിന്നീട് ഉയർന്ന ശമ്പളവും പിന്നെ വലിയ വലിയ ബിസിനസ് മാനൊക്കെ ആയി മാറി. അങ്ങനെയാണ് സിനിമയുടെ കഥ പോകുന്നത്. നല്ലൊരു സ്റ്റോറിയാണ്, നല്ലൊരു ബാങ്കിങ് എക്സ്പീരിയൻസ് ആണ്. ആദ്യം ഒരു സ്കൂട്ടറിൽ ഓടിച്ച് ബാങ്കിൽ പോകുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ബുദ്ധിയും സാമർഥ്യം കൊണ്ട് അദ്ദേഹം ഒരു നല്ലൊരു കേപ്പബിളായിട്ടുള്ള ഒരു സ്വന്തമായി ഏണിങ്സ് കണ്ടെത്തുന്നു. വലിയ ഹ്യൂജ് എമൗണ്ടൊക്കെ കണ്ടെത്തുന്നു. സാഹസികമായിട്ടുള്ള ബുദ്ധിയുള്ള ഒരാളായിട്ടാണ് ദുൽഖറിനെ കണ്ടത്. ഞാനങ്ങനെ തെലുങ്ക് തമിഴ് ഡബ്ബ് കാണാറില്ല, മലയാളം ഡബ്ബ് കാണാറില്ല. പക്ഷേ ഇതെനിക്ക് പല നടന്മാരും എനിക്ക് കാണണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ റിവ്യൂ ചെയ്യുന്നതും സിനിമ ഇന്നലെ ലുലുവിൽ പോയി കണ്ടതും. കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് ഒരുപാട് ഇതൊരു തെലുങ്ക് സിനിമ, തമിഴ് സിനിമയുടെ മലയാളം വേർഷനാണെങ്കിലും ഡബ് വേർഷനാണെങ്കിലും എനിക്ക് മനസ്സിലായി. 92-90 കാലഘട്ടത്തിൽ മുംബൈയിൽ നടക്കുന്ന ഒരു സംഭവ വികാസങ്ങളാണ് സിനിമ സൂചിപ്പിക്കുന്നത്. ഒരു വ്യത്യസ്തത നിറഞ്ഞൊരു കാഴ്ച അനുഭവമാണ് ലക്കി ഭാസ്കർ എന്ന സിനിമ നിങ്ങൾക്ക് പറഞ്ഞു നൽകുന്നത്. ദുൽഖർ സൽമാൻ്റെ ഞാൻ പെട്ടെന്ന് പോസ്റ്റർ കണ്ടപ്പോൾ 100% ലവ് പോലെ ഉണ്ടാവും, അല്ലെങ്കിൽ പട്ടം പോലെ ഉണ്ടാവും എന്നൊക്കെയാണ് തോന്നിയത്. പക്ഷേ ഇത് തീർത്തും വ്യത്യസ്തമായിട്ടുള്ളൊരു സിനിമ. ഓക്കെ കൺമണി, അങ്ങനെ ഒരുപാട് സിനിമകളുണ്ടല്ലോ. അപ്പോൾ അതേപോലെയൊന്നും അല്ല, ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ജോണറാണ്. ദുൽഖറിൻ്റെ അഭിനയ കരിയറിലെ തന്നെ ഏറ്റവും നായികക്കല്ലാകാൻ പോകുന്ന സിനിമയായിരിക്കും ഈ സിനിമ. ഒരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും. കാരണം ഒരുപാട് മോഡുലേഷൻസിലും മമ്മൂക്കാൻ്റെ പല സിനിമകളിലെ സീക്വൻസ് എനിക്ക് ഓർമ്മ വന്നു. പണ്ട് മമ്മൂക്കയും ചെയ്തു വെച്ച പല റോളുണ്ടല്ലോ, ബാങ്ക് ജീവനക്കാരനായിട്ടൊക്കെ പണ്ട് ചെയ്തിട്ടുണ്ടാവണമല്ലോ. അപ്പോൾ അങ്ങനത്തെ റോളിൽ എനിക്കൊക്കെ തോന്നി. ചില സമയത്ത് എനിക്ക് വേഷം സിനിമയിലെ മമ്മൂക്കനെ പോലെ എനിക്ക് തോന്നി. അപ്പോൾ എനിക്കൊരു 1 ടൈം 2 ടൈം 3 ടൈം വാച്ചബിളാണ് സിനിമ. എത്ര കണ്ടാലും മതി വരില്ല സിനിമ. ലെങ്ത് ഉണ്ട്, കുറച്ച് 2-2.25 മണിക്കൂറുണ്ട്. പിന്നെ ഇതിൽ നമ്മുടെ ടിനി ടോം ഇതിൽ നമ്മുടെ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ ഭാസ്കറിൻ്റെ വേറിട്ടൊരു വർക്ക് കൂടി ഉണ്ട് ഇതിനകത്ത്. മറ്റുള്ളവർക്ക് വേണ്ടി സഹായം ചെയ്യാനായിട്ട് ചെയ്യുന്നൊരു സംഭവങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഒരു സഹായം ചെയ്യാവുന്നൊരു വ്യക്തി വരുന്നു. ആ വ്യക്തിക്ക് സൗണ്ട് കൊടുക്കുന്നത് നമ്മുടെ ടിനി ടോമേറ്ററാണ്. ടിനി ടോമേറ്ററിൻ്റെ സൗണ്ടിങ് ഗംഭീരമാണ്. ആർക്കൊക്കെ മനസ്സിലായെന്നറിയില്ല. ലക്കി ഭാസ്കറിൽ ഒരു ആളുടെ ഡബ്ബ് ഈ ഭാസ്കറിൻ്റെ ബിസിനസ്സുകാരനാക്കുന്നത് ഒരുപാട് പ്രയത്നത്തിലൂടെയാണ് കഥാപാത്രങ്ങൾ. ഭാസ്കർ എന്ന് പറഞ്ഞ ദുൽഖറിൻ്റെ കഥാപാത്രം. അപ്പോൾ എന്തുകൊണ്ടും നിങ്ങൾ കാണേണ്ട ചിത്രമെന്ന് തന്നെ പറയും. ഇപ്പോൾ 30 കോടിക്ക് മുകളിൽ കളക്ഷൻ റെക്കോർഡുകൾ തകർത്തു എന്നാണ് ഞാൻ കേട്ടത്. 31-ാം തീയതിയാണ് സിനിമ തിയേറ്ററിലേക്ക് ഇറങ്ങിയത്, ഒക്ടോബർ 31. ഇന്നിപ്പോൾ നവംബർ 6 ഇന്നിപ്പോൾ 40 കഴിഞ്ഞിട്ടുണ്ടാവും. എൻ്റെ നിഗമനത്തിൽ 30 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത ചിത്രമാണ് ലക്കി ഭാസ്കർ. അപ്പോൾ ഇതൊരു വേറിട്ടൊരു സിനിമ അനുഭവം തന്നെയാണ്. പിന്നെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം നിൽക്കുന്നൊരു വ്യക്തിയല്ല. കുറച്ചുകൂടി ധൈര്യവാനും എന്തിനേയും ധൈര്യത്തോടെയും സൂക്ഷ്മതയോടെയും നോക്കുന്ന ഒരു നായിക കഥാപാത്രമാണ്. നമ്മൾ എമണ്ടൻ പ്രേമകഥയിലും
പിന്നെ ചാർലിയിലൊക്കെ കണ്ട ദുൽഖർ അല്ല. ABCD അങ്ങനെ ഒരുപാട് സിനിമകളിൽ നമ്മൾ ദുൽഖറിൻ്റെ ഓരോ മാനറിസവും ഓരോ സ്വഭാവം സിനിമയിലെ ക്യാരക്ടറിൻ്റെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അലിൻ ജോസ് എന്ന വ്യക്തി ഞാൻ. അപ്പോൾ ഇതിൽ ദുൽഖർ സൽമാൻ്റെ കഴിവിൻ്റെ മാക്സിമം എന്താ പറയുക ഒരു അഭിനേതാവിൻ്റെ എങ്ങനെയാകണമെന്ന് ദുൽഖർ തെളിയിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കൈയടിച്ച് കാണേണ്ട സീക്വൻസ് ആയിരുന്നു പലതും. കൈയടി പലതും തിയേറ്ററിലില്ല, പക്ഷേ എനിക്ക് കൈയടിക്കാൻ തോന്നി, കൈയടിക്കുകയും ചെയ്തു. അപ്പോൾ ദുൽഖർ സൽമാൻ്റെ ആരാധകർക്ക് ഒരു നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ബാങ്കിങ് എക്സ്പീരിയൻസ് ത്രില്ലർ ആയിരിക്കും. ഒരു ബാങ്കിൽ നടക്കുന്ന സംഭവ വികാസങ്ങളും അതിനെ ചുറ്റിപ്പെടുത്തുന്ന ഒരുപാട് ദുരൂഹതയും കാര്യങ്ങളും ത്രില്ലിങ് എക്സ്പീരിമെൻസും ബിസിനസ് ട്രിക്കും എങ്ങനെ പൈസ ഉണ്ടാക്കാൻ പറ്റും, പൈസ ഉണ്ടാക്കുമ്പോൾ എന്തോരം പ്രശ്നങ്ങൾ ഉണ്ടാകാം, ഒരു സാധാരണക്കാരൻ എങ്ങനെ പണക്കാരനാകും എന്നാണ് ഈ സിനിമയ്ക്ക് പറഞ്ഞു വെക്കുന്നത്. ഭാസ്കർ കഥാപാത്രം ഒട്ടും ബോറടിപ്പിക്കുന്നില്ല, ധൈര്യമായിട്ട് നിങ്ങൾ ടിക്കറ്റ് എടുക്കാം. ദുൽഖറിൻ്റെ ഒരു വൺ മാൻ ഷോ പെർഫോമൻസ് ആണെന്ന് പറയാം. ദുൽഖർ സൽമാൻ ജെന്റിൽമാനായിട്ടുള്ള കോസ്റ്റ്യൂമാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനം. ഷർട്ട്, പാൻസ്, ഇൻഷർട്ട് ചെയ്യുക, ഒരു വ്യത്യസ്തം എന്ന് പറഞ്ഞ ക്ലീൻ ഷേവ്, പിന്നെ ബിയേർഡ് ലുക്ക് ഉണ്ട്, അങ്ങനെ പല രീതിയിലുള്ള വെറൈറ്റി ആയിട്ടുള്ള ലുക്ക് ഉണ്ട്. പിന്നെ ഇതിൽ ഭാര്യ വീട്ടുകാരും ഭർത്താവിൻ്റെ വീട്ടുകാരും അങ്ങനെ കുറച്ച് രംഗങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ദുൽഖർ കല്യാണം കഴിച്ചൊരു സിനിമ, അങ്ങനെ കല്യാണം കഴിച്ചിട്ടെന്ന് പറഞ്ഞാൽ ദുൽഖറിന് കുട്ടിയായിട്ടും ഫാമിലി ആയിട്ടും ഒരു സിനിമ കാണുന്നത് ആദ്യമായിട്ടാണ്. കാരണം ദുൽഖർ ഒരു ഭാര്യ, കുട്ടി, അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആദ്യമായിട്ടാണ് സിനിമ ഞാൻ കണ്ടിരിക്കുന്നത്. അപ്പോൾ ദുൽഖർ സാധാരണ ഒരു എന്താ പറയുക ജോമോൻ സിറ്റുവേഷനുകളിലൊക്കെ ഒരു എന്താ പറയുക പ്രണയിക്കാൻ വേണ്ടി നടക്കുന്ന ചെറുപ്പക്കാരനാണ്. ഇത് തീർത്തും വ്യത്യസ്തമായിട്ടൊരു ഫാമിലി മാനായിട്ട് തന്നെയാണ് ദുൽഖർ അഭിനയിക്കുന്നത്. എന്തുകൊണ്ടും നിങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് കാണാം. ലുലുലുണ്ട് പടം, എല്ലാ തിയേറ്ററിലും ഹൗസ്ഫുള്ളാണ് പടം. ലുലു മാത്രമല്ല, ഞാൻ ലുലു ഉണ്ട്. അപ്പോൾ എല്ലാ തിയേറ്ററിലും ഫുള്ളാണ്, ടിക്കറ്റ് കിട്ടാനില്ലെന്നാണ് പറയണത്. അപ്പോൾ ധൈര്യമായിട്ട് പോയി കാണണ്ടോ. ഓക്കെ.